കുറുവാ സംഘാംഗം സന്തോഷ് ശെൽവത്തെ പിടികൂടിയ സാഹചര്യത്തിൽ കുണ്ടന്നൂരിലെ കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കുകയാണ്. കുണ്ടന്നൂർ പാലത്തിനടിയിലാണ് സന്തോഷ് താമസിച്ചിരുന്നത്. ഇതോടെയാണ് വർഷങ്ങളായി മത്സ്യബന്ധനം നടത്തിവന്നിരുന്ന കർണാടക സ്വദേശികളായ കുട്ടവഞ്ചിക്കാരെ അടക്കം ഒഴിപ്പിക്കുന്നത്. കുണ്ടന്നൂർ പാലത്തിനടിയിലെ താമസക്കാരിൽ ഭൂരിഭാഗവും ഒഴിഞ്ഞുപോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇവരെല്ലാം ഒഴിഞ്ഞുപോയത്. ഇനി കുട്ടവഞ്ചിക്കാരും മീൻ പിടിക്കുന്നവരും മാത്രമാണ് ബാക്കിയുള്ളത്. മൈസൂരിൽ നിന്നുള്ളവരാണിവർ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, മിക്കവരും അവിടെ നിന്ന് ഒഴിഞ്ഞു പോയൊരു സാഹചര്യമുണ്ട്. ഇത്രയും ജാഗ്രതയോടുകൂടി പോലീസ് കണക്കാക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ കുട്ടവഞ്ചിക്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ വൈമുഖ്യം എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ, അതോ സ്വമേധയാ ഒഴിഞ്ഞു പോകാൻ തയ്യാറാണോ? അത്തരം എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടോ? അവർണ, ഞാനിപ്പോൾ നിൽക്കുന്നത് കുണ്ടന്നൂർ പാലത്തിന് താഴെയാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഈ ആലപ്പുഴയിലെ മോഷണ കേസിലെ ഈ കുറുവാ സംഘത്തിൽപ്പെട്ട സന്തോഷ് ശെൽവനെ ഇവിടെ നിന്നായിരുന്നു പിടികൂടിയത്. അതിന് പിന്നാലെയാണ് മരട് നഗരസഭ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഇവിടെ താമസിക്കുന്ന, അന്ന് നമുക്കറിയാം ഇവിടെ താമസിക്കുന്നത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരാണ്. കുട്ടവഞ്ചിയിൽ മീൻ പിടിച്ച് നിത്യം അതാണ് അവരുടെ വരുമാന മാർഗം. അങ്ങനെ ജീവിക്കുന്ന ാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് പിന്നാലെ, അതായത് ഇവിടെ ഉള്ളവരാണ് ഇവരിൽ ഒരാളായിരുന്നു അന്ന് പിടിയിലായ സന്തോഷ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് മരട് നഗരസഭ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മരട് നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗത്തിന്റെ സംഘം ഇവിടെ എത്തി ഇവരെ ഇവിടെ നിന്നും ഒഴിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോഴാണ് ഇവർക്ക് പലർക്കും ഇതിനെപ്പറ്റി അറിവില്ല. കാരണം ഇവരോട് പറഞ്ഞിട്ടില്ല, ഇതുവരേക്കും നഗരസഭ യാതൊരുവിധ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല ഇവിടെ നിന്ന് മാറണമെന്ന്. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ആശയക്കുഴപ്പത്തിൽ കൂടിയാണ് ഇവരുള്ളത്. ചേട്ടാ, ഇവിടുന്ന് മാറാൻ പറഞ്ഞിരുന്നു? ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവർക്ക് ഇതിനെപ്പറ്റിയുള്ള യാതൊരുവിധ നിർദ്ദേശമൊന്നും തന്നെ നൽകിയിട്ടില്ല. പക്ഷെ ഇവരിൽ കുറച്ചുപേർ ഇവിടുന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ഒരു സംഭവത്തിന് പിന്നാലെ, പോലീസൊക്കെ വന്നതിന് പിന്നാലെ കുറച്ചുപേർ ഇവിടുന്ന് പോവുകയും ചെയ്തു. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സാഹചര്യം കൂടിയാണ്. നമുക്കിവിടെ ഉള്ളവരോട് തന്നെ ചോദിക്കാൻ. ചേട്ടാ, ഇവിടുന്ന് പോകണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? അത്ര പോകാനാണ് പറഞ്ഞിട്ടുണ്ട് സാർമാർ. പറഞ്ഞിരുന്നു. അപ്പൊ റൂമൊക്കെ ഇങ്ങനെ ന്യൂസൊക്കെ ആയാലും ആരും റൂം കിട്ടുന്നില്ല ചിലപ്പോ. അതുകൊണ്ട് കുറച്ച് സാവേശം കൊടുത്താൽ റൂം നോക്കിട്ട് പോകും. അന്ന് ഇവിടെ വന്നിരുന്ന സന്തോഷിനെ നിങ്ങൾക്ക് പരിചയമൊന്നും? ഇല്ല, അങ്ങനെ അത്ര ഒന്നും പരിചയമില്ല. ഇപ്പൊ സന്തോഷം എന്ന് മനസ്സിലായത് ഇപ്പൊ ഈ ടിവിയിൽ കാണുമ്പോ ഇങ്ങനെ കള്ളന്മാർ അങ്ങനെയാണ്. അപ്പൊ സാധാരണ നമ്മളെ പോലത്തെ ആളല്ലേ, അങ്ങനെ പോവോ വരൂ ആരാന്ന് അറിയില്ല. ഒരു 5-6 ടീം ഉണ്ടായിന്, ഒരാഴ്ച നിൽക്കൂ പോവും, അത്രേ ഉള്ളൂ. കുറച്ചു പേരൊക്കെ ഇവിടുന്ന് പോയി തോന്നുന്നു. അതറിയില്ല. അന്ന് 5 ടീം ഉണ്ടായിന് മൊത്തം. ഇവിടെ 4 ടീം, ഒരു അപ്പുറത്തൊരു ആളുണ്ടായിരുന്നു പാലത്തിനപ്പുറത്ത്. അത് അവര് പോയിട്ട് ഈ ടീമിന് 2 ആള് അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയി, ആലപ്പുഴ 2 ആള് കൊണ്ടുപോയി. അതിന്റെ ഭാര്യകള് രാവിലെ ഉണ്ടായിന്. ഞങ്ങളെ ഭർത്താവ് സ്റ്റേഷനിലുണ്ട്, അവിടെ പോവാനോ പോയി. പിന്നെ ഇവിടെ മെരടിന് സ്റ്റേഷനിൽ ആൾക്ക് പറഞ്ഞു വിട്ടിരുമ്പോ ആള് ഭാര്യ പണിയിട്ട് സാധനമൊക്കെ കൊണ്ടുപോയി. പിന്നെ വരൂല എന്ന് പോയി. നിങ്ങളെ എല്ലാവരും ഇവിടെ വന്നിട്ട് എത്ര നാളായി? നമ്മളെ ഇവിടെ സ്ഥിരമായിട്ട് ഒരു 3 കൊല്ലമായി ഇവിടെ താമസിച്ചു. ഇവിടെ തന്നെയാണ് താമസിച്ചത്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാക്കിയിട്ടില്ല, ഒന്നുമില്ല. മീൻ പിടിക്കാനെ കുറിച്ച് ജീവിക്കാത്ര ഉള്ളു. വേറെ ഈ പണിയില്ലാതെ വേറെ പണി ആരൊന്നും പോയില്ല. ഇനി എങ്ങോട്ട് പോകും എന്നുള്ളതിന്റെ ഒരു, എങ്ങോട്ട് പോകണം, റൂം കിട്ടിയാൽ പോകണം. പിന്നെ മാർഗമില്ലല്ലോ. പിന്നെ ഇവിടുന്ന് ബസ്സിൽ വേണം 15-20 രൂപ വണ്ടിക്ക് വേണം ഈ ലോഡൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നു. അപർണ, അത് തന്നെയാണ് ഇവരെങ്ങോട്ട് പോകുമെന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് നിൽക്കുന്നത്. റൂം വല്ലതും സംഘടിപ്പിക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറാമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇവർക്കിടയിലേക്ക് ഈ സന്തോഷം നുഴഞ്ഞു കയറുകയായിരുന്നു. ഇവർക്ക് സന്തോഷിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് മണികണ്ഠനെ കുറിച്ചോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു മാസം മുൻപാണ് അവരിവിടെ വരികയും ഇവർക്കൊപ്പം തന്നെ വന്ന് താമസിക്കുകയും ചെയ്തത്. പക്ഷെ മറ്റ് വിശദാംശങ്ങളൊന്നും ഇവിടെ താമസിക്കുന്നവർക്കും അറിയില്ല. ഇവർ വർഷങ്ങളായി, 3 വർഷമായി ഇവിടെ താമസിക്കുന്നവരാണ്. അങ്ങനെ എന്തായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഇവിടെ നിന്ന് ആളുകൾക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും മരട് നഗരസഭയിൽ നിന്നുള്ള നഗരസഭാ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ അല്പസമയത്തിനുള്ളിൽ എത്തും. അതിനുശേഷമാണ് ഇവരെ ഒഴിപ്പിക്കുക. നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് തൽക്കാലികമായി ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് അടുത്തുള്ളൊരു സ്കൂളിലേക്കാക്കും. അതിനുശേഷം അവിടെ നിന്ന് ഇവർക്ക് സ്വന്തമായി തന്നെ മറ്റ് മുറികൾ എടുത്ത് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒഴിഞ്ഞു പോകാൻ, മറ്റെവിടേക്കെങ്കിലും പോകാനായിട്ട് നിർദ്ദേശം നൽകുമെന്നാണ് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിൽ പറഞ്ഞത്.
പിടികൂടിയത്. അദ്ദേഹവും അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തുകയും ചെയ്യും. എന്തായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ കുറുവ സംഘത്തിൽപ്പെട്ട സന്തോഷ് ശെൽവത്തെ പിടികൂടിയതിന് പിന്നാലെയാണ് ഇവിടെ താമസിക്കുന്നവരെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു നിർദ്ദേശമായി എത്തിയിരിക്കുന്നത്. ഈ സന്തോഷ് ഇവർക്കിടയിലേക്ക് നുഴഞ്ഞു കയറിയ ആളാണെന്നാണ് പറയുന്നത്. ഇവർക്ക് അയാളെ പറ്റി വലിയ ധാരണ അല്ലെങ്കിൽ പരിചയമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മണികണ്ഠനെയും കുറിച്ചും പരിചയമില്ല. ഇവരെ കുടുംബം ഒരു മാസം മുൻപാണ് ഇവിടെ വന്ന് താമസിച്ചിരുന്നത്. പക്ഷെ ഇവർ ഇത്തരത്തിൽ മത്സ്യബന്ധനം നടത്തി ജീവിതം കൊണ്ടുപോകുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയുമ്പോഴുള്ളൊരു ആശങ്ക ഇവർക്കിടയിലുമുണ്ട്. അപർണ. നവമി ദിനേശ് കുട്ടന്നൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കുറുവ സംഘാംഗമായ സന്തോഷ് പിടിയിലായതിനെ തുടർന്ന് കുണ്ടന്നൂർ പാലത്തിനടിയിലെ കുട്ടവഞ്ചിക്കാരെ കൂടി ഒഴിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ജീവനോപാധി കണ്ടെത്തുക എന്നതിൽ ആശങ്കയുണ്ട് എന്ന് അവർ പറയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറാതെ മറ്റൊരു മാർഗമില്ലല്ലോ എന്നുകൂടി അവർ വ്യക്തമാക്കിയ സമയം കൂടിയാണ്.